നമസ്കാരം. നടികർ തിലകം നടികർ ട്രെയിലർ റിയാക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത് ടോവിനോ ഒരു ഹൈ എനർജി പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നടികർ ട്രെയിലർ വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഉദയനാണ് താരം സരോജ് കുമാർ. സിനിമക്കാരുടെ ഈഗോയുടെയും മണ്ടത്തരങ്ങളുടെയും കഥ പറയുന്ന, സാധാരണക്കാർക്ക് അത്ര പരിചിതമല്ലാത്ത തിരശ്ശീലയ്ക്ക് പിന്നിലെ കഥ പറയുന്ന സിനിമകളുടെ കൂട്ടത്തിലേക്ക് നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ടോവിനോയുടെ നടികർ എത്തുകയാണ്. ലാൽ ജൂനിയർ സിനിമാ സംവിധായകന്റെയും നടന്റെയും നിർമ്മാതാവിന്റെയും മകനായി സിനിമയ്ക്കുള്ളിൽ വളർന്ന മനുഷ്യൻ. വർഷങ്ങൾക്ക് ശേഷം ചെയ്ത വിനീത് ശ്രീനിവാസനെ പോലെ സിനിമയ്ക്കുള്ളിലെ കഥ പറയാൻ ഇതിലും മികച്ചൊരു നെപ്പോ കിഡ് വേറെയില്ല. തന്റെ തൊട്ടു മുമ്പത്തെ സിനിമയായ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു പക്വതയുള്ള സിനിമാ നടന്റെ കഥയാണ് ജീൻ പോൾ പറഞ്ഞതെങ്കിൽ ഇതിൽ തീരെ പക്വതയില്ലാത്ത ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാറിന്റെ കഥയാണ് ടോവിനോയെ വെച്ച് പറയിപ്പിക്കുന്നത്. ഏകദേശം പ്ലോട്ട് ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. തന്റെ ആദ്യത്തെ 3 പടങ്ങൾ സൂപ്പർ ഹിറ്റും ഇൻഡസ്ട്രിയൽ ഹിറ്റും ഒക്കെ ആയൊരു നടൻ സിനിമയുടെ മാസ്മരികതയിൽ അഭിരമിച്ച് അഹങ്കരിച്ച് ഒരു സരോജ് കുമാർ ആകുന്നു. അഭിനയം തന്നെ ആരും പഠിപ്പിക്കേണ്ട, തനിക്കറിയാത്തതായൊന്നും സിനിമയിലില്ല എന്നൊക്കെയുള്ള ലെവലിൽ ഒരു കൂപമണ്ടൂകം ആകുന്നു. പിന്നീടുള്ള പടങ്ങളെല്ലാം പൊട്ടിപ്പാളീസായി അയാൾ പബ്ലിക്കിലും സിനിമാ സെറ്റിലുമെല്ലാം ഒത്തിരി ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിതിൻ മോളിയെ മൈക്കിലൂടെ ബേസിൽ ചീത്ത പറയുന്നത് പോലെ ട്രെയിലറിൽ രഞ്ജിത്ത് ടോവിനോയെ ഇൻസൾട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അഹങ്കാരമൊക്കെ അടങ്ങി അയാൾ തൻ്റെ കഴിവില്ലായ്മയൊക്കെ സ്വയം തിരിച്ചറിയുന്നു. അയാൾക്ക് സ്വയം നന്നാവണമെന്ന ബോധം വരുന്നു. ബാക്കി നടക്കാൻ പോകുന്നതൊക്കെ സിനിമ കണ്ടു തന്നെ അറിയണം. പ്രധാന അഭിനേതാക്കളായി ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് ഡേവിഡ് പടിക്കൽ എന്ന അഹങ്കാരിയായ സിനിമാ നടനായി ടോവിനോയും, ബാല എന്ന സഹായി അല്ലെങ്കിൽ ടോവിനോയെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളായി സൗബിനും, ലെനിൻ എന്ന കൂട്ടുകാരനായി ബാലു വർഗീസും, PK എന്ന പൈലിച്ചേട്ടനായി സുരേഷ് കൃഷ്ണയും ഉണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ ഭദ്രനായി സുരേഷ് കൃഷ്ണ ചേട്ടൻ തകർത്തതുപോലെ PK ആയി ഇതിലും തകർക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേപോലെ ആൻഭാവയായി ഭാവന എത്തുന്നു. പേര് കൊള്ളാല്ലേ, ഭാവന തിരിച്ചിട്ടാൽ ആൻഭാവ. അതേപോലെ നമ്മുടെ MK ഇതിൽ MK ആയിട്ടും ഇന്ദ്രൻസ് ചേട്ടനായും എത്തുന്നുണ്ട്. ഡയറക്ടർ രഞ്ജിത്ത് ഇതിൽ ഡയറക്ടർ കോശിയായി എത്തുന്നു. അയ്യപ്പനും കോശിയിലും മാസായിട്ട് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇതിൽ കോശി എന്ന് പേര് കൊടുത്തത്. അതേപോലെ സലീം കുമാറിൻ്റെ നെപ്പഗുഡായ ചന്തു സലീം കുമാർ, ഗണപതി, ദിവ്യ പിള്ളൈ, പിന്നെ നമ്മുടെ മഞ്ഞുമല്ലിലെ ഡ്രൈവർ ചേട്ടൻ ഖാലിദ് റഹ്മാൻ ഇവരൊക്കെ ഇതിലുണ്ട്. അതേപോലെ ട്രെയിലറിൽ കാണിക്കുന്ന 2 ഇൻസിഡൻസ്, അതായത് ഒരു സഹപ്രവർത്തകനെ വണ്ടി ഇടിപ്പിക്കാൻ നോക്കുന്ന സൂപ്പർ താരം, രണ്ടാമത് അഭിനയം പഠിക്കാൻ വേണ്ടി കോഴ്സിന് ചേരാൻ പോകുന്ന സൂപ്പർ താരം, അല്ലെങ്കിൽ വേറൊരാളെ സഹായം തേടുന്ന സൂപ്പർ താരം, ഇത് രണ്ടും ഉദയനാണ് താരത്തിലും സരോജ് കുമാറിലും ശ്രീനിവാസൻ സാറും കാണിച്ചിട്ടുള്ളതാണ്. അതിനർത്ഥം മലയാള സിനിമയിലെ ഏതൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഏതൊക്കെയോ സൂപ്പർ സ്റ്റാർമാർ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇതേപോലെ കൈപ്പേറിയ പല സത്യങ്ങളും ചിലപ്പോൾ ഈ സിനിമയിൽ റെഫറൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവാം. ആരാണ് അവരെന്ന് എന്തായാലും വ്യക്തമാക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും നടികർ എന്ന ടോവിനോയുടെ ഈ കഥാപാത്രത്തിലൂടെ അത് കാണിക്കാൻ സാധ്യതയുണ്ട്. നടികർ തിലകം എന്ന് ആദ്യം പേര് കൊടുക്കുകയും പിന്നീട് തമിഴ് നടൻ പ്രഭുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം വളരെ മാന്യമായി പടത്തിൻ്റെ പേര് നടികർ എന്ന് മാറ്റുകയും ചെയ്തതുകൊണ്ട് ഓൾറെഡി തമിഴ്നാട്ടിൽ ഈ പടം ഇപ്പോഴേ പോപ്പുലറാണ്. വരുന്ന മെയ് 3-ന്, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച, നടികർ ആയി ടോവിനോ സൗത്ത് ഇന്ത്യ മുഴുവൻ കുലുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.